അമേരിക്കയിലേക്ക് പോകരുതെന്ന് പൗരന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റഷ്യ. അമേരിക്ക നയതന്ത്ര ബന്ധം ഉലഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് പൗരന്മാർക്ക് റഷ്യ കർശന നിർദ്ദേശം നൽകിയത്. യൂറോപ്പിലേക്ക് യാത്ര ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും റഷ്യ പൗരന്മാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധിക്ക് ശേഷം ആദ്യമായി റഷ്യ അമേരിക്ക ബന്ധം വല്ലാതെ വഷളായ പശ്ചാത്തലത്തിലാണ് റഷ്യയുടെ കർശന നിർദ്ദേശം. അമേരിക്കൻ ഉദ്യോഗസ്ഥരാൽ വേട്ടയാടപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റഷ്യ പൗരന്മാർക്ക് നൽകുന്ന മുന്നറിയിപ്പ്. റഷ്യ അമേരിക്ക ബന്ധം തകർച്ചയുടെ വക്കിലാണെന്ന് റഷ്യൻ വിദേശകാര്യ വക്താവ് മാരിയ സഖാറോവ പറഞ്ഞു. ഔദ്യോഗികമായ അത്യാവശ്യങ്ങൾക്കല്ലാതെ അമേരിക്കയിലേക്ക് പോകുന്നത് റഷ്യൻ പൗരന്മാർക്ക് ഗൗരവകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് സംശയിക്കുന്നതായി അവർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഇത് അവധി സമയമായതിനാൽ തന്നെ നിരവധി റഷ്യൻ പൗരന്മാർ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും യാത്രയ്ക്കൊരുങ്ങുകയാകും. അമേരിക്കയുടെ സഖ്യകക്ഷികൾ, കാനഡ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയും റഷ്യൻ പൗരന്മാർക്ക് അപകടകരമാണെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. അതേസമയം തന്നെ റഷ്യയിലേക്ക് അനാവശ്യ യാത്രകൾ പാടില്ലെന്ന് അമേരിക്കയും പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ പൗരന്മാർ അനധികൃതമായി തടവിലാക്കപ്പെടാനോ ഉപദ്രവിക്കപ്പെടാനോ സാധ്യതയുണ്ടെന്നായിരുന്നു പൗരന്മാർക്ക് വൈറ്റ് ഹൌസിന്റെ മുന്നറിയിപ്പ്. യുക്രൈന് അമേരിക്ക $62 ബില്യൺ സാമ്പത്തിക സഹായം നൽകിയതിന് പിന്നാലെയാണ് റഷ്യ അമേരിക്ക ബന്ധത്തിൽ ആഴത്തിൽ വിള്ളലുണ്ടാകുന്നത്. പിന്നീട് അമേരിക്ക യുക്രൈന് നൽകി വന്ന പിന്തുണയും സഹായങ്ങളും റഷ്യയെ ചൊടിപ്പിച്ചു. ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അപകടത്തിലാണെന്ന് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികളും തുറന്നു സമ്മതിച്ചിട്ടുണ്ട്.